എല്ലാ ശ്രോതാക്കൾക്കും അൻ-നസീഹ ഇസ്ലാമിക് സ്കൂൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഖുർആൻ പാരായണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട തജ്വീദ് പാഠഭാഗത്തിലെ ഹാഉൽ ളമീറിനെ സംബന്ധിച്ചാണ് നാം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാഉൽ ളമീർ അത് 3 ഭാഗങ്ങളാക്കി തിരിക്കുകയും അതിലെ 3ാമത്തെ ഭാഗത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കാൻ നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഹാഉൽ ളമീർ എന്നും അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നും അതിൻ്റെ നിയമങ്ങൾ എന്തെല്ലാമാണ് എന്നും അത് പാരായണം ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്നതുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഭാഗം 1ലും ഭാഗം 2ലും വളരെ വിശദമായി നാം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാഗം 3 നിങ്ങൾ ആദ്യമായി കാണുന്നത് എങ്കിൽ, അഥവാ ഈ വീഡിയോയാണ് ഹാഉൽ ളമീറുമായി ബന്ധപ്പെട്ട് നാം അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ആദ്യമായി കാണുന്നത് എങ്കിൽ, നിങ്ങൾ ഇതിൻ്റെ 1ാമത്തെയും 2ാമത്തെയും ഭാഗം ആദ്യം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നാം 1ൻ്റെയും 2ൻ്റെയും ലിങ്കുകൾ നൽകുന്നതാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഭാഗം 1ലേക്കും ഭാഗം 2ലേക്കും പ്രവേശിക്കുകയും അവിടെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഹാഉൽ ളമീറുമായി ബന്ധപ്പെട്ട ഭാഗം 3ലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ 2 വീഡിയോകളിലും നാം സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തലിനെ നാം ഇവിടെയും നൽകുകയാണ്. അഥവാ ഹാഉൽ ളമീറിൻ്റെ രൂപം ഈ ബിഹി എന്ന പദത്തിൽ കാണുന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയ രീതിയിലാണ്. ഇവിടെ ബിഹി എന്ന പദത്തിലെ ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുള്ള ഹാ ആണ് ഹാഉൽ ളമീർ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ രൂപം ഇങ്ങനെയാണ്. ഇതിന് 2 രീതിയിലുള്ള പാരായണങ്ങളാണ് ഉള്ളത്. ഒന്ന് നീട്ടാതെ പാരായണം ചെയ്യലും, 2ാമത്തേത് നീട്ടി പാരായണം ചെയ്യലുമാണ്. നീട്ടാതെ പാരായണം ചെയ്യേണ്ടത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് 1ാമത്തെ ഭാഗത്തിലും, നീട്ടി പാരായണം ചെയ്യുന്നത് 2ാമത്തെ ഭാഗത്തിലും നാം പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ആദ്യം കാണണമെന്നും അതിന് ശേഷമായിരിക്കണം ഭാഗം 3 കാണേണ്ടത് എന്നും നാം പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇനി നീട്ടി പാരായണം ചെയ്യൽ, അതിൻ്റെ നിയമം എപ്പോഴാണ് ഹാഉൽ ളമീർ നീട്ടി പാരായണം ചെയ്യേണ്ടത്, ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനൊരു നിയമമുണ്ടാകും. ആ നിയമമാണ് നാം ഇവിടെ നൽകിയിട്ടുള്ള നിയമം. ഹാഉൽ ളമീറിൻ്റെ മുമ്പും ശേഷവും ഉള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് ആണെങ്കിൽ അതിനെ നീട്ടി ഉച്ചരിക്കണം എന്നതാണ്. അഥവാ ഹാഉൽ ളമീറിൻ്റെ മുന്നിലുള്ള അക്ഷരത്തിനും ശേഷമുള്ള അക്ഷരത്തിനും ഫത്ഹോ കസ്റോ ലമ്മോ ആണെങ്കിൽ, അഥവാ സുക്കൂനല്ലാത്ത മറ്റേതെങ്കിലും ഹർക്കത്താണ്, സുക്കൂൻ ഹർക്കത്തല്ല, സുക്കൂനിന് ഹർക്കത്ത് എന്ന് പറയില്ല, ഹർക്കത്ത് 3 അത് ഫത്ഹ് ലമ്മ് കസ്ർ. ഈ ഫത്ഹോ ലമ്മോ കസ്റോ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർക്കത്ത് ഹാഉൽ ളമീറിൻ്റെ മുമ്പിലും പിമ്പിലുമുള്ള അക്ഷരങ്ങൾക്ക് വന്നാൽ ഹാഉൽ ളമീറിനെ നീട്ടി ഉച്ചരിക്കണം എന്നതാണ് നിയമം. ഇനി നീട്ടി പാരായണം ചെയ്യൽ അത് 2 തരത്തിലുണ്ടെന്ന് നാം 2ാമത്തെ ഭാഗത്ത് മനസ്സിലാക്കിയ കാര്യമാണ്. ഈ 2 രീതിയിൽ ഹാഉൽ ളമീർ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് നീട്ടി പാരായണം ചെയ്യുമ്പോൾ. അതിലെ 2ാമത്തെ രീതിയാണ് ഭാഗം 3 നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ മദ്ദുസ്സിലത്തിൽ കുബ്റ, ദീർഘമായി പാരായണം ചെയ്യുക എന്നതാണ്. ദീർഘമായി നീട്ടി പാരായണം ചെയ്യുക. അഥവാ മദ്ദുസ്സിലത്തിൽ കുബ്റ എന്ന് പറഞ്ഞാൽ നീട്ടി, ദീർഘമായി നീട്ടി പാരായണം ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അളവെന്ന് പറയുന്നത് 6 അലിഫ് ഉച്ചരിക്കുന്ന അത്ര സമയം നീട്ടി പാരായണം ചെയ്യണം. 6 അലിഫ് അല്ലെങ്കിൽ 6 അക്ഷരങ്ങൾ ഒരാൾ ഉച്ചരിക്കുന്ന സമയം എത്രയാണോ അത്രയും സമയം
നീട്ടി ഉച്ചരിക്കുന്നതിനാണ് മദ്ദുസിലത്തിൽ കുബ്റ എന്ന് പറയുന്നത്. ഹാഉൽ മദ്ദുസിലത്തിൽ കുബ്റ എപ്പോഴാണ് ബാധകമാകുന്നത് എന്നതാണ് ഇവിടെ നാം താഴെ നൽകിയിട്ടുള്ള നിയമം. അതായത് ഹാഉൽ അമീറിന്റെ മുമ്പിലും പിമ്പിലുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് വന്നാൽ, ഫതഹോ ലമ്മോ കസ്റോ വന്നാൽ അതിനെ നമ്മൾ എന്തു ചെയ്യണം? നീട്ടി പാരായണം ചെയ്യണം എന്ന് നാം പഠിച്ചു. അവിടെ നീട്ടി പാരായണം ചെയ്യുമ്പോൾ ഹാഉൽ അമീറിന്റെ മുന്നിലും പിന്നിലുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് വന്നാൽ ഒരു ഹർഫ് അഥവാ ഒരു അലിഫ് ഉച്ചരിക്കുന്ന അത്ര സമയമാണ് നമ്മൾ നീട്ടി പാരായണം ചെയ്യേണ്ടത് എന്ന് ഭാഗം 2 നാം കൃത്യമായി മനസ്സിലാക്കിയതാണ്. ഇനി ഇവിടെ ഹാഉൽ അമീറിന്റെ മുമ്പിൽ ഹർക്കത്തുള്ള അക്ഷരവും ശേഷം ഹർക്കത്തുള്ള ഹംസയുമാണ് വന്നത് എങ്കിൽ മദ്ദുസിലത്തിൽ കുബ്റയുടെ അളവിലാണ് നാം നീട്ടി പാരായണം ചെയ്യേണ്ടത്. അഥവാ 6 അലിഫ് ഉച്ചരിക്കുന്ന അത്ര സമയം നാം നീട്ടി പാരായണം ചെയ്യണം. ഇതാണ് ഇതിൻ്റെ നിയമം എന്ന് പറയുന്നത്. അത് നാം മനസ്സിലാക്കി വെക്കുക. അതായത് മദ്ദുസിലത്തിൽ കുബ്റ എന്ന് പറയുന്നത് 6 അലിഫ് ഉച്ചരിക്കുന്ന സമയം നീട്ടി പാരായണം ചെയ്യുന്നതിന് പറയുന്ന പേരാണ്. അത് ഹാഉൽ അമീറിൽ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഹാഉൽ അമീറിന്റെ മുമ്പിലുള്ള അക്ഷരത്തിന് ഹർക്കത്ത്, ശേഷമുള്ള അക്ഷരത്തിനും ഹർക്കത്ത് വരുമ്പോഴാണ് അത് നീട്ടേണ്ടത്. അത് നീട്ടേണ്ടത് ഒരു അലിഫിന്റെ അളവിലാണ്, ഒരു അലിഫ് ഉച്ചരിക്കുന്ന സമയമാണ്. എന്നാൽ ശേഷം ഹംസത്താണ് വരുന്നത് എങ്കിൽ, ഹർക്കത്തുള്ള ഹംസയാണ് വരുന്നത് എങ്കിൽ നാം അതിനെ നീട്ടേണ്ടത് 6 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയമാണ്. ഈ നീട്ടുന്ന ദൈർഘ്യത്തിന് പറയുന്ന പേരാണ് മദ്ദുസിലത്തിൽ കുബ്റ എന്നത് നാം മനസ്സിലാക്കുക. ഇനി ഈ ഉദാഹരണങ്ങളിലൂടെയാണ് നമുക്ക് ഇതൊക്കെ കൃത്യമായി പൂർണ്ണതയോടുകൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ഇവിടെ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുകയാണ്. 2 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ ഉദാഹരണം സൂറത്ത് കഹ്ഫിലെ 110-ാമത്തെ ആയത്തും, രണ്ടാമത്തെ ഉദാഹരണം 104-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്തുമാണ്. ഇവിടെ 2 ആയത്തുകളിലും ചുവപ്പ് നിറത്തിൽ നാം ഒരു അക്ഷരത്തെ കൊടുത്തിട്ടുണ്ട്, അഥവാ ഹാഇനെ കൊടുത്തിട്ടുണ്ട്. ഈ 2 ഹാഉം ഹാഉൽ അമീറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നീട്ടണോ നീട്ടണ്ടയോ എന്ന് നാം ആദ്യം പരിശോധിക്കുക. ഇവിടെ ഈ ഹാഇന് മുമ്പിൽ ഭാ ആണ് വന്നിട്ടുള്ളത്, ഭാഇന് കസ്റാണ്. അതുകൊണ്ട് ഹർക്കത്താണ് ഭാഇനുള്ളത്. ഇനി ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്, ഹംസക്ക് ഫതഹയാണ്. അതുകൊണ്ട് മുമ്പിലും പിമ്പിലുമുള്ള 2 അക്ഷരങ്ങൾക്കും ഹർക്കത്തായത് കൊണ്ട് ഈ ഹാഇനെ നമ്മൾ ഉച്ചരിക്കേണ്ടത് നീട്ടിയിട്ടാണ്. നീട്ടി ഉച്ചരിക്കുമ്പോൾ 2 രീതിയിലാണ് നീട്ടി ഉച്ചരിക്കുന്നത്. ഒന്ന്, ഒരു അലിഫ്, കഴിഞ്ഞ വീഡിയോയിൽ നാം പഠിച്ചതാണ്, ഒരു അലിഫ് ഉച്ചരിക്കുന്ന അത്ര സമയം. എന്നാൽ ഹംസയാണ് ശേഷം വന്നത് എങ്കിൽ 6 അലിഫുകൾ ഉച്ചരിക്കുന്ന സമയം നീട്ടണം. അപ്പോൾ ഇവിടെ ഹംസയാണ് വന്നിട്ടുള്ളത്. ഹംസ വന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ഹാഉൽ അമീറിനെ 6 അലിഫുകൾ ഉച്ചരിക്കുന്ന അത്ര സമയം നീട്ടി പാരായണം ചെയ്യണം എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെയും. ലാമിന് ഫതഹയാണ്, ഹംസക്ക് ഫതഹയാണ്. മുമ്പും പിന്നിലും ഉള്ള 2 അക്ഷരങ്ങൾക്കും ഫതഹ ആയതുകൊണ്ട് ഈ ഹാഉൽ അമീറിനെ നമ്മൾ നീട്ടണം. അപ്പോൾ നീട്ടേണ്ടത് ഒരു അലിഫ് ഉച്ചരിക്കുന്ന സമയമാണോ 6 അലിഫ് ഉച്ചരിക്കുന്ന സമയമാണോ? ഹംസത്തല്ലാത്ത ഏത് അക്ഷരം ശേഷം വന്നാലും ഒരു അലിഫ് ഉച്ചരിക്കുന്ന സമയം, ഹംസ വന്നാൽ 6 അലിഫ് ഉച്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഹംസയാണ്. അതുകൊണ്ട് 6 അലിഫ് ഉച്ചരിക്കുന്ന അത്ര സമയം നമ്മൾ ഈ 2 ഹാഉൽ അമീറുകളെയും നീട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പാരായണം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കേൾക്കാം. ولا يشرك بعبادة ربه أحدا يحسب أن ماله أخلد ولا يشرك بعبادة ربه أحدا
യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഇങ്ങനെയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. വളരെ ദീർഘമായി നീട്ടി 6 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്ര സമയം നീട്ടാൻ എടുത്തുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യണം എന്നുള്ളതാണ്. ഹാഉൽ ലമീറിന്റെ 3 രൂപങ്ങളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ 3 വീഡിയോകളിലൂടെയും നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹാഉൽ ലമീറിന്റെ 3 രൂപങ്ങളാണ്. ആ 3 രൂപങ്ങളും ഒരുമിച്ച് വരുന്ന ആയത്താണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ആയത്ത്. ഇവിടെ ഹാഉൽ ലമീറിനെ നമ്മൾ പഠിച്ചത് 3 രൂപങ്ങളും 3 നിയമങ്ങളാണ്. അതായത് ഹാഉൽ ലമീറിനെ നീട്ടാതെ പാരായണം ചെയ്യൽ, അതുപോലെ തന്നെ ഹാഉൽ ലമീറിനെ ഒരു അലിഫ് ഉച്ചരിക്കുന്ന അത്ര സമയം നീട്ടി പാരായണം ചെയ്യൽ, അതുപോലെ ഹാഉൽ ലമീറിനെ 6 അലിഫുകൾ ഉച്ചരിക്കുന്നത്ര സമയം ദീർഘമായി നീട്ടി പാരായണം ചെയ്യൽ. ഇങ്ങനെ 3 രീതിയാണ് ഹാഉൽ ലമീറിനെ നമ്മൾ പാരായണം ചെയ്യുമ്പോഴുള്ളത്. ഈ 3 രൂപങ്ങളുള്ള പാരായണത്തിന്റെ അവസ്ഥകളും അടങ്ങിയിട്ടുള്ള ഒരു ആയത്താണ് സൂറത്തു നോഹയിലെ 21-ാമത്തെ ആയത്ത്. ആ ആയത്താണ് നമ്മൾ ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ യസിദുഹു എന്ന് കാണാം. ഈ ഹാഉൽ ലമീറിന്റെ തൊട്ട് മുമ്പ് ദാലാണ്, ദാലിന് സുക്കൂനാണ്. ശേഷം മീമാണ്, മീമിന് ഫതഹാണ്. മുമ്പോ ശേഷമോ സുക്കൂൻ വന്നാൽ ആ ഹാഉൽ ലമീറിനെ നീട്ടാൻ പാടില്ല എന്നതാണ് നിയമം. എന്നാൽ മുന്നിലും പിന്നിലുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്താണെങ്കിൽ നീട്ടാം. അപ്പോൾ രണ്ടാമത്തെ വാക്ക് മാലുഹു എന്ന് കാണാം. ഈ മാലുഹു എന്ന ഈ ഹാഉൽ ലമീറിന്റെ തൊട്ട് മുമ്പിലുള്ള ലാമിന് ലമ്മാണ്, ശേഷമുള്ള വാവിന് ഫതഹാണ്. അതുകൊണ്ട് ഈ ഹാഇനെ നമ്മൾ ഒരു അലിഫ് നീട്ടി പാരായണം ചെയ്യണം. ഒരു അലിഫ് ഉച്ചരിക്കുന്നത്ര സമയം നീട്ടി പാരായണം ചെയ്യണം. കാരണം മുമ്പും പിമ്പും ഹർക്കത്തുള്ള അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്. എന്നാൽ സുക്കൂനുള്ള അക്ഷരം മുന്നോ പിന്നോ വന്നാൽ നീട്ടാൻ പാടില്ല. ഇനി വലതുഹു എന്ന ഈ പദത്തിലെ ഹാഉൽ ലമീർ, ഇവിടെ ദാലാണ്, ദാലിന് ലമ്മാണ്. അതിനുശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. ഈ ഹംസക്ക് കസ്റാണ്. അതുകൊണ്ട് മുമ്പും പിമ്പുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് വന്നു എന്നത് ശരിയാണ്, അപ്പോൾ നീട്ടണം. പക്ഷേ ശേഷമുള്ളത് ഹംസയാണ് വന്നത്, അതുകൊണ്ട് 6 അലിഫ് ഉച്ചരിക്കുന്ന അത്ര സമയം ഇതിനെ നീട്ടണം. ഇങ്ങനെയാണ് ഈ 3 രൂപങ്ങളാണ് ഹാഉൽ ലമീറിൽ നമ്മൾ പഠിക്കേണ്ടത്. ഈ 3 രീതിയിൽ വന്നാലും നമ്മൾ നീട്ടാതെ പാരായണം ചെയ്യേണ്ടിടത്ത് നീട്ടാതെ പാരായണം ചെയ്യണം, നീട്ടി പാരായണം ചെയ്യേണ്ടിടത്ത് നീട്ടി പാരായണം ചെയ്യണം, ദീർഘമായി നീട്ടി പാരായണം ചെയ്യേണ്ടിടത്ത് ദീർഘമായി നീട്ടി നമ്മൾ പാരായണം ചെയ്യണം. ഈ 3 രൂപങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ആയത്താണ് ഈ ആയത്ത്. അതുകൊണ്ടാണ് ഈ ആയത്ത് നാം ഒരു ഉദാഹരണമായി കൊടുത്തിട്ടുള്ളത് നമ്മുടെ പഠനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്. ഇനി ഈ ആയത്ത് എങ്ങനെയാണ് പാരായണം ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യസിദുഹു എന്നതിലെ ഈ ഹാഇനെയും മാലുഹു എന്നതിനെ ഈ ഹാഇനെയും വലതുഹു എന്നതിലെ ഈ ഹാഇനെയും എങ്ങനെയാണ് നീട്ടുന്നത്, എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് പാരായണം കേൾക്കാം. قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا. ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിയമത്തെ മറികടന്ന ഇരട്ടകളുണ്ട്. ഖുർആനിൽ 2 സ്ഥലത്ത് ഈ നിയമങ്ങൾ ബാധകമാകാതെ നമ്മൾ പാരായണം ചെയ്യേണ്ട 2 സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് സൂറത്ത് ഫുർഖാനിലെ 69-ാമത്തെ ആയത്താണ്. ഇവിടെ ഫീഹി എന്ന പദത്തിൽ യാഇനെ നമുക്ക് കാണാം. ഈ യാഇന് സുക്കൂനാണ്.
അഥവാ ഹാഉൽ ലമീറിന്റെ തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തിന് സുക്കൂനാണ്, ശേഷം മീമാണ്, മീമിന് ലമ്മാണ്. അതുകൊണ്ട് ഈ ഹാഇനെ നമുക്ക് നീട്ടാൻ പറ്റില്ല. കാരണം മുമ്പിൽ സുക്കൂനുള്ള ഒരക്ഷരം വന്നു എന്നുള്ളതാണ്. മുന്നിലോ പിന്നിലോ സുക്കൂനുള്ള അക്ഷരം വന്നാൽ ഹാഉൽ ലമീറിനെ നീട്ടാൻ പാടില്ല എന്നതാണ് നിയമം. ആ നിയമപ്രകാരം ഇവിടെ ഈ ഫീഹി എന്ന പദത്തിലെ ഹാഉൽ ലമീറിനെ നീട്ടാൻ പാടില്ല. എന്നാൽ നിയമത്തിന് വിരുദ്ധമായിട്ട് ഇവിടെ നമ്മൾ നീട്ടിയാണ് പാരായണം ചെയ്യേണ്ടത്. ഫീഹി മുഹാന, ഫീഹി മുഹാന, അങ്ങനെ തന്നെ നമ്മൾ പാരായണം ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ സൂറത്ത് സുമറിലെ 7-ാമത്തെ ആയത്ത്, ഇവിടെ യർലഹു എന്ന പദത്തിലെ ഹാഉൽ ലമീർ കാണാം. തൊട്ട് മുമ്പിലുള്ള അക്ഷരം ലാദ്, ആ ലാദിന് ഫത്ഹയാണ്, ശേഷം ലാമ്, ലാമിനും ഫത്ഹയാണ്. മുമ്പും പിമ്പുമുള്ള 2 അക്ഷരങ്ങൾക്കും ഹർക്കത്തായത് കൊണ്ട് ഹാഇനെ ഒരു അലിഫ് ഉച്ചരിക്കുന്ന സമയം നീട്ടണം എന്നതാണ് നിയമം. പക്ഷേ ഇവിടെ നീട്ടാൻ പറ്റില്ല. നീട്ടേണ്ട സ്ഥലമാണ് നിയമത്തിൽ, പക്ഷേ പാരായണത്തിൽ ഇവിടെ നീട്ടാൻ പറ്റില്ല. ഇവിടെ നീട്ടാതെ പാരായണം ചെയ്യണം. എന്നാൽ ഇവിടെ നീട്ടി പാരായണം ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവിടെ നീട്ടിയാണ് പാരായണം ചെയ്യേണ്ടത്. ഈ 2 സ്ഥലങ്ങൾ നമ്മൾ ഓർമ്മിച്ചു വെക്കണം. സൂറത്ത് സുമറിലെ 7-ാമത്തെ ആയത്തും അതുപോലെ സൂറത്ത് ഫുർഖാനിലെ 69-ാമത്തെ ആയത്തുമാണ്. ഈ ആയത്ത് എങ്ങനെയാണ് പാരായണം ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ശ്രമിക്കാം. يضاعف له العذاب يوم القيامة ويخلد فيه مهانا. يضاعف له العذاب يوم القيامة ويخلد فيه مهانا. وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى. وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى. ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഇവിടെ ഈ 2 സ്ഥലത്ത്, ഒന്നാമത്തെ സൂറത്ത് ഫുർഖാനിൽ 69-ാമത്തെ ആയത്തിൽ നീട്ടാതെ പാരായണം ചെയ്യണം. പക്ഷെ അവിടെ നമ്മൾ നീട്ടി തന്നെ പാരായണം ചെയ്യണം. നിയമത്തിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ അവിടെ പാരായണം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫീഹി മുഹാന, അങ്ങനെ തന്നെ പാരായണം ചെയ്യണം. അതേ സന്ദർഭം സൂറത്ത് സുമറിലെ 7-ാമത്തെ ആയത്ത് നീട്ടി പാരായണം ചെയ്യേണ്ട സ്ഥലമാണ്. പക്ഷെ അവിടെ നീട്ടാതെ പാരായണം ചെയ്യണം. യർളഹു ലക്കും, യർളഹു ലക്കും, അങ്ങനെ തന്നെ പാരായണം ചെയ്യണം എന്നതാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ പരിശീലനത്തിന് ഹാഉൽ ലമീറിലെ ഹംസ വരുന്ന ഭാഗം കൂടുതൽ പരിശീലിക്കുവാൻ വേണ്ടിയിട്ട് സൂറത്ത് 54-ാം അധ്യായം, 54-ാം അധ്യായത്തിലെ 10, 24, 56, 79, 57, 19, 71, 1, 72, 20, 26 ഈ ആയത്തുകളൊക്കെ എടുത്ത് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ പാരായണം ചെയ്തു നോക്കുക. അവിടെയുള്ള ഹാഉൽ ലമീറിനെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഖുർആൻ പാരായണത്തിൽ ഹാഉൽ ലമീർ കാണുന്നിടത്തൊക്കെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ പാരായണം ചെയ്യേണ്ടത്. അങ്ങനെ പാരായണം വശ്യതയോടെയും മനോഹാരിതയോടു കൂടി പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഖുർആൻ ഭംഗിയോടുകൂടെ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് തജ്വീദ് നിയമങ്ങൾ പഠിച്ചത് പ്രാവർത്തികമാക്കുക.